തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണം കൊലപാതകം. കുട്ടിയെ മർദ്ദിച്ചു കൊന്നതെന്ന് പോലീസ്. ദുരൂഹ മരണത്തിൽ അമ്മയും പങ്കാളിയും കസ്റ്റഡിയിൽ. ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, 1.5 വയസ്സുകാരന്റെ മരണം കൊലപാതകമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്? നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണം കൊലപാതകമാണ് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. കുട്ടിയുടെ അമ്മയും പങ്കാളിയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. പങ്കാളി അഷ്കർ കുട്ടിയെ നിരന്തരമായി മർദ്ദിച്ചിരുന്നുവെന്ന് അടുത്ത ബന്ധുക്കളടക്കം നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അഷ്കറിനെ ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ ഇൻക്വസ്റ്റ് നടപടിക്കിടയിലാണ് കുട്ടിയുടെ ശരീരത്തിൽ ഇത്തരത്തിൽ മുറിവുകൾ കണ്ടെത്തിയത്. സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഇത്തരത്തിൽ ജനനേന്ദ്രിയത്തിലടക്കം ഇത്തരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളായി പൊള്ളലേറ്റ പോലെയുള്ള പാടുകളും ഉണ്ടായിരുന്നു. കുട്ടിയുടെ 2 കൈകളും ഒടിഞ്ഞ നിലയിലായിരുന്നു, ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട നിലയിലായിരുന്നു. അത് കുട്ടി കളിക്കുന്നതിനിടയിൽ വീണപ്പോൾ ഉണ്ടായത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നലെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി എന്ന് പറഞ്ഞാണ്. കുട്ടി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കുട്ടിയുടെ അടുത്ത ബന്ധുക്കൾ, അമ്മൂമ്മ അടക്കമുള്ള ബന്ധുക്കൾ ഇത്തരത്തിൽ ആരോപണവുമായി വരുന്നത്. രണ്ടാനച്ഛൻ അഷ്കർ ഇത്തരത്തിൽ കുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അഷ്കറിനെയും അമ്മ അഖിലെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. അതിനിടയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കുട്ടി മരണപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ കുട്ടി ഇന്നലെ മരണപ്പെടുമ്പോൾ അമ്മ അടുത്തുണ്ടായിരുന്നില്ല. അമ്മ തമിഴ്നാട്ടിലായിരുന്നു. അമ്മ ഒരു ഡാൻസറാണ്. അപ്പോൾ അമ്മ കുട്ടിയുടെ അടുത്തുണ്ടായിരുന്നില്ല. പിന്നീടാണ് അമ്മ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഈ രണ്ടാനച്ഛൻ, അതായത് ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടിരുന്നു. തുടർന്ന് അമ്മ നിയമപരമായി ഈ വ്യക്തിയെ വിവാഹം ചെയ്തിട്ടില്ല. ഇവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. കുട്ടിയുടെ അമ്മയുടെ അമ്മയാണ് കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ അമ്മ കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. കുട്ടിയുടെ കൈ ഒടിഞ്ഞതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയത്. കുട്ടിക്ക് അപകടം പറ്റിയത് കളിക്കുന്ന വേളയിലല്ല എന്നായിരുന്നു അമ്മൂമ്മ ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകി. എന്നാൽ പോലീസ് അന്ന് ആ പരാതി അത്ര ഗൗരവമായി എടുക്കാതെ അമ്മയുടെ കൂടെ കുട്ടിയെ പറഞ്ഞു വിടുകയാണെന്ന്. തുടർന്നാണ് ഇത്തരത്തിൽ കുട്ടി തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി ആശുപത്രിയിൽ എത്തുകയും മരണപ്പെടുന്ന ഒരു സ്ഥിതി എത്തുകയും ചെയ്തത്. ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടിയിലാണ് കുട്ടിക്ക് മർദ്ദനമേറ്റിരുന്നു, നിരന്തരമായി രണ്ടാനച്ഛനിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നു എന്ന് കണ്ടെത്തിയത്. തുടർന്ന് നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ കുട്ടി നിരന്തരമായി ഉപദ്രവിക്കപ്പെടുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്നാണ് മരണപ്പെട്ടതെന്ന് വ്യക്തമായിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണം കൊലപാതകമാണ് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കുട്ടിയെ മർദ്ദിച്ചു കൊന്നതാണെന്നാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ദുരൂഹ മരണത്തിൽ രണ്ടാനച്ഛനെയും അമ്മയും ഒക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. രണ്ടാനച്ഛൻ അഷ്കർ ഇത്തരത്തിൽ കുട്ടിയുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെ തുടർന്നാണ് മരണപ്പെട്ടെന്നൊരു മൊഴിയൊക്കെ നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണയാണ്.